ആൻഡ് വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VJR. യെസ്, നമ്മുടെ എക്സാം അങ്ങോട്ട് അടുത്തിരിക്കുകയാണ്. നമുക്ക് ഇനി എന്ത് ചെയ്യാം, അടുത്ത സെക്ഷനോട് പോവാം. അതായത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ടൈപ്പ് ഓഫ് സാധനങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം മുഴുവനായിട്ട് കാണുക. ഇതിലെ കോൺസെപ്റ്റുകൾ തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിലെ മെയിൻ സാധനം. അപ്പോൾ കാണുന്നതിന് മുമ്പേ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് റേറ്റിംഗ് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ട് റേറ്റിംഗ് ആയിട്ടിട്ടേ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കമൻസ് ആയിട്ട് റേറ്റിംഗ് കിട്ടുക. കമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്സുകൾ എന്നൊക്കെ എന്ത് ചെയ്യുക, സാറോട് നേരിട്ട് തന്നെ പറയാം കേട്ടോ. ഓക്കെ, കമൻസ് ഇട്ടേക്കുക. അപ്പോൾ ഏതാണ് സെക്ഷൻ? ഡെസിമൽ ഫോംസ് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആ ചാപ്റ്ററിൽ നിന്ന് വരുന്ന സം അതർ ഇക്വേഷൻ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ സെക്ഷനിൽ നമ്മുടെ ലൈവുകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഡിസ്കസ് ചെയ്ത ചില സാധനങ്ങളൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയാം, വാട്ട് ഈസ് ദ ഡെസിമൽ ഫോം ഓഫ് 1/2? 1/2ന്റെ ദശാംശ രൂപം എന്ത്? മക്കളെ, നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതിന്റെ ദശാംശം കാണാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എന്താ അറിയോ? ആദ്യം താഴെയുള്ള നമ്പർ നോക്കുക. ഏടെ താഴെ ഡിനോമിനേറ്ററിലുള്ള നമ്പർ 2 അല്ലേ? ആ 2 എന്ന് പറഞ്ഞ നമ്പർ 10 ആക്കാൻ പറ്റുമോ നോക്കാം. അതായത് ഓരോന്നും പൂജ്യങ്ങളും താഴെ വന്നാൽ മുകളിലുള്ള നമ്പർ നമുക്ക് എടുത്തെഴുതാം. ഇതാണ് പരിപാടി. ഞാൻ പറയുന്ന കാര്യം എന്താന്ന് മനസ്സിലാക്കുക കുഞ്ഞോളഞ്ഞി കേക്ക്. അതായത് ഈടെ വന്നിരിക്കുന്നത് 2 എന്ന് പറഞ്ഞ സംഖ്യയാണ്. ആ 2 എന്ന് പറഞ്ഞ സംഖ്യ വന്നുകൊണ്ട് ആ 2നെ 5 കൊണ്ട് ഗുണിക്കുക. 2നെ 5 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ നിങ്ങൾക്ക് അറിയാലോ? 10 ആണ്. അതേ 5 ഇവിടെയും ഗുണിക്കുക. അതായത് 1 5 5, 2 5 10. ഇതെന്തിനാ ചെയ്തതെന്നറിയോ? താഴെ ഓരോന്നും പൂജ്യങ്ങളും വന്നാൽ നമുക്ക് മുകളിലുള്ള ഈ 5 എടുത്തെഴുതാം. അങ്ങനെ ഓരോന്നും പൂജ്യങ്ങളും ആക്കാനുള്ള സംഖ്യ ആയിട്ട് ഗുണിക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. ആ 1 0 എഴുതിയിട്ട് ഒരു 0 ആണെങ്കിൽ ഒരു സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇടുക. അതേ നമ്മുടെ ഉത്തരം 1/2ന്റെ ഡെസിമൽ 0.5. റെഡി ആണോടാ? റെഡി ആണോ? ഇത് പല രീതിയിൽ ചോദിക്കും. ചിലപ്പോൾ 1/2 ആയിരിക്കില്ല ചിലപ്പോൾ ചോദിക്കാം, ചിലപ്പോൾ 1/5 ചോദിക്കാം അല്ലേ? ഞാനിപ്പോൾ 1/5 എടുക്കാം. 1/5 എടുത്തു വിചാരിച്ചു. 1/5 ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, താഴെ ഓരോന്നും പൂജ്യങ്ങളോ ആണോ? എന്റെ പൊന്നു മക്കളെ, താഴെ ഓരോന്നും പൂജ്യമല്ല, 5 ആണ്. ദേ താഴെ 2ന് പകരവും 5 വന്നു. അതായത് ഈ 5നെ 10 ആക്കണം. എങ്ങനെയാ 5നെ 10 ആക്കാം? നിങ്ങൾക്ക് ഏതോ ആക്കാട്ടോ. 10 ആക്കാം, 100 ആക്കാം, 1000 ആക്കാം. ഓരോന്നും പൂജ്യങ്ങളും ആക്കിയാൽ മതി. എന്നാലേ മുകളിലുള്ള എഴുതുള്ളൂ. അപ്പോൾ ഇവിടെ 2 കൊണ്ട് ഗുണിക്കുക. അതേ 2 ഇവിടെയും ഗുണിക്കുക. 1 2 2, 2 5 10. ഇതാ നമ്മൾ ഓരോന്നും പൂജ്യങ്ങളും ആയി. അത് കിട്ടിയാൽ ഉടനെ മുകളിലുള്ള 2 എഴുതുന്നു. ഒരു 0 ആയതുകൊണ്ട് ഒരു പോയിന്റ് മാറ്റിയിടുന്നു. ദേ നമ്മുടെ തരം 0.2. സെറ്റ് അല്ലേ? റെഡി അല്ലടാ? ഇനിയിപ്പോ 1/5. ഇനിയിപ്പോ 1/5 പകരം ഇപ്പൊ 2/5 വന്നു വിചാരിച്ചോ. വേഗം പറ. താഴെ 5 ആണെന്ന് മനസ്സിലാക്കിയാൽ ഉടനെ തന്നെ 10 ആക്കാനുള്ള പരിപാടി. ഇവിടെയും ഗുണിക്കണം. നമുക്ക് ഈ സെയിം സാധനം തന്നെ ഗുണിക്കണം കേട്ടോ. മുകളിലും താഴത്തും ഗുണിക്കണം. നിങ്ങൾക്ക് എന്ത് സംഖ്യ വേണമെങ്കിലും ആക്കാം. ഒരു 1 0 ആയാൽ മതി. പക്ഷെ അത് താഴെ മുകളിൽ ഗുണിക്കണം. ഇവിടെ 10 ആവാനാണ്, അതുകൊണ്ട് 2 കൊണ്ട് ഗുണിച്ചത്. അപ്പോൾ 5 2 10, 2 2 4. കണ്ടോ? ഒരു 1 0 ആയി. സ്പോട്ടിലുള്ള മുകളിൽ 4 എഴുതിക്കോ. ഒരു 0 ആയതുകൊണ്ട് ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടാം. ദേ നമ്മുടെ ഉത്തരം സെറ്റ്. അപ്പോ ഇനിയിപ്പോ 4 വന്നാലോ? 4 വന്നാലോ? ഫോർ എക്സാമ്പിൾ 1/4ന്റെ ഡെസിമൽ ദശാംശം കാണാൻ പറഞ്ഞാലോ? ഞാൻ അങ്ങോട്ട് ഒരു കാര്യം പറയട്ടെ. 2 വന്നാൽ 5 കൊണ്ട് ഗുണിച്ച് 10 ആക്കും. 5 വന്നാൽ 2 കൊണ്ട് ഗുണിച്ച് 10 ആക്കും. മക്കളെ, 4 വന്നാൽ നിങ്ങൾ 25 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. കാരണം 10 ആക്കാൻ അവിടെ ഓപ്ഷൻ ഇല്ല. അവിടെ 100 ആക്കാനേ ഓപ്ഷൻ ഉള്ളൂ. അതായത് ഇവിടെ 25 കൊണ്ട് ഗുണിക്കുക. അതേ 25 മുകളിലും ഗുണിക്കുക. ഒരേ പൊളി സാധനമാണ്. അപ്പൊ ഒന്ന് ചെയ്ത് നോക്ക്. ഒരു 25 25, 4 25 100. അതായത് 4 25 100 അല്ലേ? ആ 100 അവിടെ കിട്ടീന്. എന്താണ്? 100 അവിടെ കിട്ടീന്. ആ 100 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? മുകളിലുള്ള 25 ചെയ്താൽ 2 0 ആയതുകൊണ്ട് 2 സ്ഥാനം മാറ്റി. ഇതേ നമ്മുടെ ഉത്തരം 0.25. കത്തിയോടാ? അപ്പൊ 4 വന്നാൽ 25 കൊണ്ട് ഗുണിച്ചാൽ എത്രയാവും? 100 ആവും. ഇനിയിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ 25 ആണെങ്കിലോ താഴത്ത് വരുന്നത് 1/25ന്റെ ഡെസിമലാ കാണാൻ പറഞ്ഞത്. 1/25 എങ്ങനെയാണോ 1/25 ചെയ്യാം? ഒരേ പൊളി സാധനമാണോ? അതായത് 1/25, അതായത് 4ന് 25 കൊണ്ട് ഗുണിച്ചാൽ 100 ആവുന്നല്ലേ പറഞ്ഞേ? 25 100 ആക്കാനുള്ള ഗ്യാപ്പേ ഉള്ളൂ. 4 കൊണ്ട് ഗുണിക്കാം. ഇവിടെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെയും ഗുണിക്കണം. ഒരു 4 4, 25 4 100. ഒന്ന് ഗുണിച്ചേടാ, ഒന്ന് ഗുണിച്ച്. ഒരൊന്നും പൂജ്യങ്ങളും താഴത്ത് വന്നു. സ്പോട്ടിൽ മുകളിലുള്ള 4 എഴുതുന്നു. 2 0 ആയതുകൊണ്ട് 2 സ്ഥാനം മാറ്റണം.
അതുകൊണ്ട് 2 സ്ഥാനം മാറ്റാൻ പോയിന്റ് ഇല്ല. അപ്പോൾ ഇവിടെ ഒരു 0 കൂടി ഇട്ടിട്ട് പോയിന്റ് ഇടാം. അപ്പോൾ 0.04 സെറ്റ്. അടിപൊളി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 2/25 ഒന്ന് കണ്ടേ. ഇവിടെ 4 കൊണ്ട് ഇവിടെ 4. അപ്പൊ 2 × 4 8, 25 × 4 100. ഒരേ വിളി. 100 കിട്ടിയപ്പോൾ ഉടനെ മുകളിലുള്ള 8 ചെയ്താൽ 2 0 അപ്പൊ 2 സ്ഥാനമല്ല, അതുകൊണ്ട് 2 സ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 0 ഒരു പോയിന്റ് കണ്ടോ സെറ്റ്. അപ്പോ 2 വന്നാൽ 5 കൊണ്ട് ഗുണിക്കുക 10 ആക്കാം. 5 വന്നാൽ 2 കൊണ്ട് ഗുണിക്കുക 10 ആക്കാം. 4 ആണെങ്കിൽ 25, 25 ആണെങ്കിൽ 4. ഇത് മാത്രമൊന്നല്ല വരിക, ഇതല്ലാണ്ട് വേറെയും കുറേ ആൾക്കാരൊക്കെ വരും കേട്ടോ. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ 25. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ വേറൊരു ചോദ്യം ചെയ്താൽ ഇനിയിപ്പോൾ 8 വന്നാലോ? 8 വന്നാലോ? നിങ്ങൾ പറ, 8 ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കാം? നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. നിങ്ങളോട് ഒരൊറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ. താഴെ 8 വന്നാൽ 8നെ 125 കൊണ്ട് ഗുണിച്ചാൽ മതി. 8നെ 125 കൊണ്ട് ഗുണിച്ചാൽ എത്രയോ? 8നെ 125 കൊണ്ട് ഗുണിച്ചാലേ 1000 ആണ്. ഈ 8ന് ഒരു പ്രത്യേകത ഉണ്ട്. 10 ആക്കാനും ഓപ്ഷൻ ഇല്ല, 100 ആക്കാനും ഓപ്ഷൻ ഇല്ല, 1000 ആക്കാൻ മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. അതായത് 8നെ 125 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഇവിടെ 125 ഗുണിക്കുന്നു, അതേ 125 ഇവിടെയും ഗുണിക്കുന്നു. അപ്പൊ ഒരു 125 125 8 125 എത്രയാ? 1000. ദാ ഓരോന്നും 0 കിട്ടി. അപ്പൊ സ്പോട്ടിൽ മുകളിലുള്ള 125 എഴുതാം. എത്ര പ്ലേസ് ഉണ്ട്? 3 പ്ലേസ്. അപ്പൊ 3 പ്ലേസ് ആയതുകൊണ്ട് 3 പ്ലേസ് മാറ്റി പോയിന്റ് ഇടാം. ദേ നമ്മുടെ ഉത്തരം 0.125. അടിപൊളി. അപ്പൊ 3/8ന്റെ ഡെസിമൽ ഫോം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം അല്ലെ. 3/8 ദാ ഇവിടെ 125, കാരണം 125 കൊണ്ട് ഗുണിച്ചാൽ 1000 കിട്ടും. അതേ 125 ഇവിടെ. അപ്പൊ 1000 താഴെ വന്നു. 3 125 325 അല്ലെ. 325 കണ്ടോ, ഓരോന്നും 0. അപ്പൊ 375 എഴുതുന്നു. 3 0 ആയതുകൊണ്ട് 3 സ്ഥാനം മാറ്റി പോയിന്റ് ഇടുന്നു. ദേ നമ്മുടെ തരം 0.375. റെഡിയാണോ നിങ്ങൾ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ ഒരു സാധനം, വേറെ ചോദ്യം. ഇപ്പൊ താഴത്ത് 8ന് പകരം 125 ആണല്ലോ, നേരെ തിരിക്കി. 8നെ 125 കൊണ്ട് ഗുണിച്ച 1000. അതുപോലെ 1/125. 1/125 മക്കളെ മനസ്സിലാക്കിക്കോ. ഇവിടെ 8 കൊണ്ട് ഗുണിക്കുന്നു, അതേ 8 ഇവിടെയും ഗുണിക്കുന്നു. കാര്യം 125ഉം 8ഉം കൂടെ ഗുണിച്ചാൽ ആടെ 1000 കിട്ടുക. ആ 1000 അങ്ങോട്ട് വരും. ഒരെട്ട് 8 വരും. ദേ നമ്മുടെ ഉത്തരത 125ഉം 8ഉം 1000 ആണ്. 1000 വന്നാൽ ഉടനെ നിങ്ങൾക്ക് മുകളിലുള്ള 8നെ എഴുതാം. 3 0 ആണ്, അതുകൊണ്ട് 3 സ്ഥാനം മാറ്റണം. 1 വിടണ്ടേ. ഇപ്പൊ 2 കൂടി ഇട്ടെടുത്തായി കണ്ടോ. ഇപ്പൊ 3 ആയി. നോക്ക് 1 2 3 1 2 3 ബാക്കോട്ട എല്ലാം എടുക്കണ്ട കേട്ടോ. പോയിന്റ് ഇടാ. ദേ നമ്മുടെ തരം 0.008. അപ്പൊ ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക കേട്ടോടാ. നിങ്ങൾ പഠിക്കുമല്ലോടാ. ഇനിയിപ്പോൾ ഇതല്ല, ഇത് അല്ലാണ്ട് വരുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ വരുന്നത് 50 വരെ. 50 വന്നാൽ പിന്നെ നിങ്ങൾക്ക് 2 കൊണ്ട് ഗുണിച്ച് 100 ആക്കാം. 40 വന്നാൽ 25 കൊണ്ട് ഗുണിച്ച് 1000 ആക്കാം. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ 16 വന്നാലോ? അതൊന്ന് പഠിക്കാം. 1/60ന്റെ ഡെസിമൽ ഫോം. 1/60യുടെ അതായത് 1/16ന്റെ ഡെസിമൽ ഫോം. 16നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണവർഗമാ. പൂർണ്ണവർഗമല്ല, 16നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ഒരൊന്നും 0 ആവും. 16ന് പ്രത്യേകം എന്താ അറിയോ? 16നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാന്ന് വെച്ചാൽ 16നെ 8 കൊണ്ട് ഗുണിച്ചിട്ട് കാര്യമില്ല. 16 × 125 കൊണ്ട് ഗുണിച്ചിട്ടും കാര്യമില്ല അല്ലേ. 16ന് 625 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾ ചെയ്ത് നോക്ക്. 625 × 16 30 12 15 37 1 5 2 6 0 0 7 2 1 10 കണ്ടോ. 10000 ആണ് മോനെ. അപ്പൊ അത് കാണാതെ പഠിച്ചോ. അതായത് 16 ആണ് താഴത്തെങ്കിൽ 625. അപ്പൊ അത് 10000 ആയിരിക്കും. 10 100 1000 10000 10000 ആയിരിക്കും വരിക. പഠിച്ചു നോക്ക് കേട്ടോ. അപ്പൊ ഇവിടെ 625 കൊണ്ട് ഗുണിക്കണം, അതേ 625 ഇവിടെ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണേ. പരീക്ഷ ഇങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഇത് കഴിഞ്ഞ 9ാം ക്ലാസ് ചാപ്റ്റർ ആയിരുന്നു. ആ ചാപ്റ്റർ പോലും ഇങ്ങോട്ട് ഇട്ടതാ കേട്ടോ. അപ്പൊ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ 625/16 625 കൊണ്ട് ഗുണിച്ച് അവിടെ ചെയ്തു. നമ്മൾ എത്രയാണ്? ഇതാ
10,000. ഇതാ കണ്ടോ, താഴെ ഒരു 1 0 കണ്ടു. അപ്പൊ സ്പോട്ടിൽ മുകളിലുള്ള 625 എഴുതുന്നു. 1 2 3 4 1 2 3 4 പോയിന്റ് ഇടുന്നു. 0. നമ്മുടെ ഉത്തരം 0.0625. സെറ്റ്. ഒരേ പൊളി സാധനമാണ് കേട്ടോ. അപ്പൊ ഈ സാധനം നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് പഠിച്ചു വെക്കണേ. അപ്പൊ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. സിമ്പിൾ സാധനമാണ്. താഴെ 2. ഇത് കാണുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കരുത് കേട്ടോ. ഇവിടെ 5 കൊണ്ട് ഗുണിച്ച് 10 ആക്കി, ഇതേ 5 ഇവിടെയും ഗുണിച്ചതാണ്. അതാണ് പരിപാടി. അതുപോലെ ഇവിടെ 2 ഇവിടെ 2 സെയിം സാധനമാണ് കേട്ടോ. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. സെയിം സാധനം തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 25 വന്നാൽ എന്ത്, 8 വന്നാൽ എന്ത്, 125 വന്നാൽ എന്ത്, ഇതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇനിയിപ്പോൾ 40 വന്നാലോ, എടാ 4 വന്നാൽ നിങ്ങൾ 25 കൊണ്ട് ഗുണിച്ച് 100 ആക്കൂ അല്ലേ. ഇനിയിപ്പോൾ താഴത്ത് 40 വന്നാലോ, ഈ 40 ആണെങ്കിലും 4 ആണെങ്കിലും 25 കൊണ്ട് തന്നെ ഗുണിക്കേണ്ടത്. നമുക്ക് വേണമെങ്കിൽ ഒരു ചോദ്യം ചെയ്യാം. ഇനിയിപ്പോൾ അതിനൊരു കൺഫ്യൂഷൻ വേണ്ട. 1/40 ഡെസിമൽ ഫോം എങ്ങനെയാണ് കാണാം, പറ. എടാ 40 ആണെങ്കിലും 4 ആണെങ്കിലും 25 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. 4 × 25ഉം അതുപോലെ 4 25 100 ആണെങ്കിൽ 40 × 25 അത് 1000. 4 25 1000 ആയി ചെയ്യാറ്. ഓക്കെ, 1000 ആയിരിക്കും. പഠിച്ചു വെക്കുക കേട്ടോ. അപ്പം ഇവിടെ 25 കൊണ്ടാണ് ഗുണിക്കുക. സെയിം സാധനം. 4 ആണെങ്കിൽ 25 ആണ്. ഞാനൊക്കെ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കേണ്ടത് എന്നുള്ള ഏരിയ കേട്ടോ. അപ്പൊ 25/1000. അപ്പൊ 25 എഴുതുന്നു. ഒരു 1 0 കണ്ട ഉടനെ 25 എഴുതിക്കോളാം. അപ്പൊ 1 2 3 1 2 3 ഇല്ല, 0 പോയിന്റ്. നമ്മുടെ ഉത്തരം ഒരേ പോയി. സെറ്റ്. റെഡി ആണോ? അപ്പൊ ഈ ഒരു സെക്ഷനാണ് ഈ ചാപ്റ്ററിലെ മെയിൻ സാധനം. അപ്പൊ ഇതിലെ സ്ലൈഡും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഞാൻ തരാം. അപ്പോൾ ഇതിൽ ഏതൊക്കെ സംഖ്യകൾ ആരൊക്കെ കൊണ്ട് ഗുണിക്കണം എന്നുള്ളത് പറഞ്ഞുതരാം സാറ്. ഇതാണ് മെയിൻ സെക്ഷൻ കേട്ടോ. പരീക്ഷയ്ക്ക് എന്തായാലും ഇതിന് ചോദ്യം ചോദിക്കാൻ ചാൻസ് എന്തായാലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പഠിച്ചു വെക്കുക. അതായത് താഴെ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞതാണ് ഛേദം ഏത് സംഖ്യകൾ, 2 ആണെങ്കിൽ 5 കൊണ്ട് ഗുണിച്ച് 10 ആക്കുക, 5 ആണെങ്കിൽ 2 കൊണ്ട് ഗുണിച്ച് 10 ആക്കുക. ഇതെല്ലാവർക്കും അറിയാലോ. ഇനി വേറെ 4 ആണെങ്കിൽ 25 കൊണ്ട് ഗുണിക്കുക, 100 ആവും. 25 ആണെങ്കിൽ 4 കൊണ്ട് ഗുണിക്കുക. ഇതൊക്കെ താഴത്ത് വരുമ്പോൾ കിട്ടണ്ട. ഓക്കെ. ഇനിയിപ്പോൾ 40 ആണെങ്കിലും 25 കൊണ്ട് ഗുണിക്കുക. അപ്പം എത്ര വരും, 1000. കഴിഞ്ഞില്ല. 5 2 4 ആയി. പിന്നെ അടുത്ത 8 ആണെങ്കിൽ വേറെ കളർ എടുക്കല്ലേ, നല്ല രസമുണ്ട്. ഓക്കെ, 8 ആണെങ്കിൽ 125 കൊണ്ട് ഗുണിക്കുക, 1000 അല്ലേ. അതുപോലെ താഴത്ത് 125 ആണെങ്കിൽ 8 കൊണ്ട് ഗുണിക്കുക. നേരെ തല കുത്തൻ എങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയോ. ഓക്കെ. ഇനി 16 വേറെ കളർ വേണമല്ലോ. 16 അല്ലേ. ഓക്കെ. താഴത്ത് 16 ആണെങ്കിലോ, 16 ആണെങ്കിൽ 625 കൊണ്ട് ഗുണിച്ചാൽ 10,000 കിട്ടും. ആ താഴത്ത് ഞാൻ 625 ആണെങ്കിൽ നേരെ എന്ത് ചെയ്താൽ മതി, നേരെ തല കുത്തനെ 16 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പം എത്ര വരും, 10,000. ഒന്നും ചോദിക്കില്ല, പക്ഷേ പഠിച്ചു വെക്കുക. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേ, കമൻറ്റ് സെക്ഷനിൽ ഒന്നിട്ടേ. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് സാധനങ്ങളൂടെ എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് തരാനുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് ഈ സെക്ഷൻ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്ലാസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും സാറിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ട് എക്സാമൊക്കെ കഴിഞ്ഞാൽ സാറ് നേരിട്ട് തന്നെ എന്ത് ചെയ്യുക, അതാണ് സാറിൻ്റെ ഇൻസ്റ്റാഗ്രാം ID. ഈ ID-യിലൂടെ നേരിട്ട് സാറിനോട് പറയാം. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. വൈശാഖ് ജയർ എന്നാണ്. അപ്പോൾ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞതാണ്. അപ്പോൾ നേരിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറയാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു സെക്ഷൻ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഫീഡ്ബാക്ക് ഇടാൻ മറന്നു വരുത്. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്കുകളാണ് നമ്മുടെ മോട്ടിവേഷൻ. അപ്പോൾ ഉറപ്പായിട്ട് ലൈക്കും ഫീഡ്ബാക്കും ഇടാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു പാർട്ട് ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ബൈ.